ഞായറാഴ്ചയായിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിൻ്റെ ഓർമ്മ വന്നത്. അപ്പോഴാണ് കുട്ടിക്കാലത്തെ കുറച്ച് ഓർമ്മയിലേക്ക് ചെല്ലണത്. തിളച്ച് കിടക്കുന്ന വെളുത്തിലേക്ക് അമ്മ മാവ് ഒഴിക്കുന്നതും അത് മൊരിയുമ്പോൾ വരുന്നൊരു മണമുണ്ട്. അത് ഓർത്തപ്പോഴാണ് ഉണ്ണിയപ്പം തിന്നാൻ കൊതി തോന്നിയത്. അപ്പം നേരെ അമ്മേനോട് പോയി പറഞ്ഞ് അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുന്നത്. അപ്പം അമ്മ പറഞ്ഞു ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പത്തി കിടന്നാലോ. ആദ്യം തന്നെ ഒരു ബൗൾ വയ്ക്കുക. ബൗളിലേക്ക് 2 ഗ്ലാസ് അരിപ്പൊടി, 1 ഗ്ലാസ് മൈദയും ഇടുക. കൂടെ മിക്സിയിലടിച്ച് വെച്ച പഴം, പിന്നെ അതിൻ്റെ കുറച്ച് ശർക്കര നീര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കൂടെ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ച നാളികേരം ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ പൊടിച്ചെടുത്ത ഏലക്കപ്പൊടി മാവിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി വന്നു കഴിഞ്ഞാൽ അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് ചട്ടി കയറ്റുക. ചട്ടി കയറ്റി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണയിലേക്ക് മാവ് ഓരോന്നായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. മാവൊക്കെ നമ്മൾ ഒഴിക്കുമ്പോൾ ആലോചിക്കും അടി പിടിക്കാണ്ട് കിട്ടിയാൽ മതിയില്ലെന്ന്. കാരണം വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന പലഹാരങ്ങളൊക്കെ അല്ലേ ഉണ്ണിയപ്പം, ലഡു, ജിലേബി. അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക പോസിറ്റീവ് അല്ലേ. അങ്ങനെ ഉള്ള ഉണ്ണിയപ്പം നമ്മൾ അടി പിടിക്കാണ്ട് കിട്ടുക നമ്മളെപ്പോഴും പ്രാർത്ഥിക്കില്ലേ. ഉണ്ണിയപ്പം ആയിക്കഴിഞ്ഞാൽ നേരെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വാറ്റിയിടുക. എന്നിട്ട് നേരെ കട്ടൻ ചായം എടുത്ത് ഡൈനിങ് ടേബിളിൽ പോയി 4 മണിയാകുമ്പോൾ ചായക്കൊപ്പം ഈ ചൂടോടുകൂടി ഉണ്ണിയപ്പം കഴിക്കുക.